നമസ്കാരം. ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എല്ലാവരും ആഘോഷമാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീരാമന് സ്വർണ്ണ പാദുകങ്ങൾ സമർപ്പിക്കാൻ 8000 കിലോമീറ്റർ കാൽനട യാത്ര നടത്തുന്ന 64കാരന്റെ വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുള്ള 64കാരനായ ചള്ള ശ്രീനിവാസ ശാസ്ത്രിയാണ് 1.2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ പാദുകങ്ങളുമായി കാൽനട യാത്ര നടത്തുന്നത്. ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം കടുത്ത രാമഭക്തനാണ്. നേരത്തെ 5 വെള്ളി ഇഷ്ടികകൾ രാമക്ഷേത്രത്തിനായി അദ്ദേഹം സംഭാവന നൽകിയിരുന്നു. സ്വർണ്ണ പാദുകൾ ശിരസിൽ വഹിച്ചുകൊണ്ടാണ് യാത്ര. അയോധ്യയിൽ എത്തിയ ശേഷം പാദുകങ്ങൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ അച്ഛൻ അയോധ്യയിലെ കർസേവയിൽ പങ്കെടുത്തു. അദ്ദേഹം ഹനുമാന്റെ കടുത്ത ഭക്തനായിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹം ഇല്ലാതായതിനാൽ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ തീരുമാനിച്ചുവെന്നും ശാസ്ത്രി പറഞ്ഞു. ഒഡീഷയിലെ പൂരി, മഹാരാഷ്ട്രയിലെ ത്രിംബക്, ഗുജറാത്തിലെ ദ്വാരക തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച ശാസ്ത്രി 10 ദിവസത്തിനുള്ളിൽ അയോധ്യയിൽ എത്തിച്ചേരാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അയോധ്യയിൽ നിന്ന് 272 കിലോമീറ്റർ മാത്രം അകലെയാണ് അദ്ദേഹം. യാത്രയിൽ മറ്റ് 5 പേരും ശാസ്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ശ്രീരാമൻ ജനിച്ച പുണ്യസ്ഥലത്ത് ശേഷിക്കുന്ന കാലം ചെലവഴിക്കാനാണ് ശ്രീനിവാസ ശാസ്ത്രിയുടെ തീരുമാനം. അതിനായി അവിടെ ഒരു വീട് നിർമ്മിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. ശ്രീരാമന്റെ അനുഗ്രഹത്താൽ അത് ഉടൻ പൂർത്തിയാവുമെന്നാണ് ശാസ്ത്രി പറയുന്നത്. അയോധ്യ ഭാഗ്യനഗർ സീതാരാമ ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ശാസ്ത്രി. ജനുവരി 22-നാണ് രാമക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുക. ഉദ്ഘാടനത്തിന് രാമജന്മഭൂമി തീർത്ഥാടക ട്രസ്റ്റ് 6000-ൽ പരം ക്ഷണക്കത്തുകൾ അയച്ചു. അസാധാരണ ക്ഷണമെന്നാണ് കത്തിൽ പറയുന്നത്. രാംലല്ലയുടെ എല്ലാ മഹത്വത്തോടെയും സന്ദർശിക്കാൻ ഭക്തരെ സ്വാഗതം ചെയ്യുന്നു. 495 വർഷത്തിന് ശേഷം നടക്കുന്ന ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നും കത്തിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.